A few days later. മികച്ച പെർഫോമൻസ് തരുന്ന തരത്തിൽ വാല്യൂ ഫോർ മണി ആയിട്ട് IQ സ്മാർട്ട് ഫോണുകൾ പുറത്തിറക്കുന്ന സീരീസ് ആണ് IQ നിയോ സീരീസ്. അതിലെ ലേറ്റസ്റ്റ് എഡിഷൻ IQ നിയോ 10 കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഈ ഒരു ഫോണിൻ്റെ ഞാൻ ഉപയോഗിച്ചപ്പോഴുള്ള എൻ്റെ എക്സ്പീരിയൻസ് അതാണ് ഈ ഒരു വീഡിയോ. IQ ഫോണുകൾക്ക് ഇപ്പോൾ ഭയങ്കര ഡിമാൻഡായിട്ട് വരികയാണ്. കാരണം കിടിലൻ പെർഫോമൻസ്, അതുപോലെ നല്ല ക്യാമറ, പിന്നെ ബാക്കിയൊക്കെ ബോണസ്. ഫോണിൻ്റെ ബോക്സ് തുറക്കുമ്പോൾ ഇവിടെ ഫോൺ ഇരിക്കുന്നു, ഫോൺ മാറ്റി വയ്ക്കുന്നു, ഡോക്യുമെന്റേഷൻ പേപ്പേഴ്സ്. അത്തരത്തിൽ IQ ഏറ്റവും പുതിയ പുറത്തിറക്കിയ സ്മാർട്ട് ഫോണാണ് IQ നിയോ 10. ബാക്ക് കേസ് കൊടുത്തിട്ടുണ്ട്. IQ നേരത്തെ നിയോ 7 സീരീസിൽ ഫോൺ ഇറക്കി, നിയോ 9 സീരീസ് ഫോൺ ഇറക്കി, ഇപ്പോൾ നിയോ 10 സീരീസ് വന്നിരിക്കുകയാണ്. ചാർജിങ്ങിന് C-to-C കേബിൾ, വലിയ കാര്യം, നല്ല കാര്യം. IQ നിയോ 9 സീരീസിൽ ഒറ്റ ഫോൺ ഉണ്ടായിരുന്നു, IQ നിയോ 9 Pro എന്ന് പറയുന്ന ഫോൺ. ഇപ്പോൾ IQ 10 സീരീസ് 2 ഫോൺ ആൾറെഡി വന്നു. IQ നിയോ 10R ഇപ്പോഴത്തെ നിയോ 10ഉം ഇതുവരെ 10 Pro വന്നിട്ടില്ല, വരുമോ എന്നറിയത്തില്ല. ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ്. 16GB റാമും 512GB ഇന്റൽ സ്റ്റോറേജുമായിട്ടാണ് ഫോൺ വരുന്നത്. വേറെ 8GB ഒക്കെ ബേസ് ഉണ്ട്. സിം ഇജക്ടർ പിൻ, ഇത്രയും കാര്യങ്ങളാണ് ഫോണിൻ്റെ ബോക്സിനകത്തുള്ളത്. ഇതാണ് IQ നിയോ 10. ഓക്കെ, ഇത് ഒരു സ്പെഷ്യൽ കളറാണ്. വേറെ കുറച്ചും കൂടി അവർ ഹൈലൈറ്റ് ചെയ്യുന്ന വേറൊരു കളർ വേരിയൻ്റ് ഉണ്ട്. ഇത് കുറച്ചുകൂടി എന്താ പറയുന്നത്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു കളർ. ഒരുപാട് കളറൊന്നും വാരി കോരി വിതറാത്ത തരത്തിലുള്ള ഒരു കളറാണ്. ഫോണിൻ്റെ ബാക്കൊക്കെ അത്യാവശ്യം നല്ല സ്റ്റേഡി ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ബട്ടണൊക്കെ നല്ല ഫിറ്റാണ്, ലൂസൊന്നും അല്ല, നല്ല ഫിറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. IQ 12 കണ്ട തരത്തിലുള്ള ഒരു ക്യാമറ മൊഡ്യൂൾ കാണാൻ നല്ല രസമുണ്ട്. ഫോണിൻ്റെ ബാക്ക് പോളി കാർബണേറ്റ് ആണ്, പക്ഷേ ഫോണിൻ്റെ ബാക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ബോഡി ഫിനിഷാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സീരിയസ്ലി ഫോണിൻ്റെ ലുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ തന്നെ IQ 13 ഒരു സാമ്യം നമുക്ക് എവിടെയൊക്കെ ഫീൽ ചെയ്യും. അതുപോലെ ഈ കാണുന്ന ഫ്രെയിമും പ്ലാസ്റ്റിക് ഫ്രെയിമാണ് നൽകിയിരിക്കുന്നത്. വോളിയം റോക്കേഴ്സ്, പവർ ബട്ടൺ, താഴെ സ്പീക്കറുകളിലും ചാർജിംഗ് പോർട്ടും സിം ട്രേ കാണാം. ഇട സൈഡിലൊന്നുമില്ല. മുകളിൽ ഇതുപോലെ IR ബ്ലാസ്റ്ററൊക്കെ കാണാം. ഫോണിന് 8.09 മില്ലിമീറ്റർ മാത്രമാണ് തിക്നെസ്. അതുപോലെ ഇതിൻ്റെ വെയിറ്റ് വന്നിട്ട് 208 ഗ്രാമാണ്. കുറച്ച് വെയിറ്റ് ഉണ്ട്. സാധാരണ ഇപ്പോൾ വരുന്ന മിക്ക ഫോണുകളും 200 ഗ്രാമിൽ താഴെ നിൽക്കുകയാണ്. ഇനി വലിയ ബാറ്ററി ആണെങ്കിലും, വലിയ ബാറ്ററി എന്ന് വെച്ചാൽ വലിയ MAH കപ്പാസിറ്റി കൂടിയ ബാറ്ററി ആണെങ്കിൽ ഇപ്പോൾ വെയിറ്റ് കുറഞ്ഞ് നിർത്തുന്നതാണ് ട്രെൻഡ്. പക്ഷേ എന്തുകൊണ്ടോ ഇത് 208 ഗ്രാം ഭാരമുണ്ട്. 200 ഗ്രാമിൽ കൂടുതലാണ് ഇതിൻ്റെ ഒരു ഭാരം. അത് നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ അറിയാനുമുണ്ട് ആ ഒരു വെയിറ്റിൻ്റെ ഒരു രീതി. ഇനി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിൽ 50 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി സെൻസറും 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും ആണ് നൽകിയിരിക്കുന്നത്. ഈ പ്രൈസ് പോയിന്റിൽ ടെലിഫോട്ടോ സെൻസർ നൽകുന്ന ചില ഫോണുകൾ ഉണ്ട് എന്നുള്ളത് മറക്കണ്ട. ഇതിനകത്ത് ടെലിഫോട്ടോ സെൻസർ നൽകിയിട്ടില്ല. അതുപോലെ തന്നെ സെൽഫി എടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ 32 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി സെൻസറുമാണ് നൽകിയിരിക്കുന്നത്. ക്യാമറയിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഇവിടെ ഈ ഒരു ഫോൺ ടെസ്റ്റ് ചെയ്ത സമയത്ത് ഒരു ചെറിയ ഇഷ്യൂ ഈ ഒരു ഫോണിനകത്ത് ഐഡന്റിഫൈ ചെയ്തു. ഫോട്ടോ എടുത്ത് ആ എടുത്ത ഫോട്ടോ പ്രോസസ്സ് ചെയ്ത് അങ്ങ് കറക്റ്റ് ചെയ്യുന്നു. ഒന്നുകൂടെ എടുക്കട്ടെ. പ്രോസസ്സ് ചെയ്ത് കറുപ്പിച്ച് കളയുന്നു. ആ പ്രോസസ്സിങ് ഓക്കെ അല്ല. അത് വളരെ നിഷ്പ്രയാസം ബ്രാൻഡിന് തന്നെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇൻഫൽ മോഡ് നേരത്തെ പോർട്രേറ്റിലായിരുന്നു ആ വിഷയം. അതിനകത്ത് അത്രയും പ്രോസസ്സ് ചെയ്ത് കറക്കുന്നില്ല. ഇനി 1x കിടന്ന് 2x കൂടെ നോക്കിക്കോട്ടെ. അത് കുഴപ്പമില്ല. പോർട്രേറ്റ് മോഡിൽ നമ്മൾ ഫോട്ടോകൾ എടുക്കുമ്പോൾ കണ്ടീഷൻ എന്ന് പറയുന്നത് ലോ ലൈറ്റിലാണ്. അതുപോലെ അവിടുത്തെ ലൈറ്റ് എന്ന് പറയുന്നത് ഒരു യെല്ലോ ടോൺ ലൈറ്റുമാണ്. ആ സമയത്ത് പോർട്രേറ്റ് മോഡിൽ ഫോട്ടോകൾ എടുക്കുമ്പോൾ ഫോൺ തന്നെ പ്രോസസ്സ് ചെയ്ത് തരുന്ന ഔട്ട് എന്ന് പറയുന്നത് ഈ കാണുന്ന കണക്ക് വളരെ ഡാർക്കൺ ചെയ്ത എന്താ പറയുന്നത് വളരെ വൃത്തിയിട്ടൊരു ഫോട്ടോയാണ് തരുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്ന ഒരു തരത്തിലുള്ള ഫോട്ടോ അല്ല പ്രോസസ്സ് ചെയ്ത് കിട്ടുന്നത്. നമുക്ക് ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം 4K 60 FPS വീഡിയോ, അതുപോലെ സെൽഫി ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും മാക്സിമം 4K 60 FPS വീഡിയോകൾ നമുക്ക് ഇതിനകത്ത് ഷൂട്ട് ചെയ്യാമെന്നുള്ളത് ഒരു വലിയ ഹൈലൈറ്റ് ആണ്. എന്നാൽ ഫോണിന്റെ വൈഡ് ആംഗിൾ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ മാക്സിമം ഫുൾ HD 30 FPS വീഡിയോകൾ മാത്രമേ ഷൂട്ട് ചെയ്യാനാവൂ. അപ്പോൾ ഇതിനകത്തുള്ള എല്ലാ ലെൻസുകളിലൂടെയും നമുക്ക് ഈ പറയുന്ന 4K 60 സപ്പോർട്ടല്ല. വൈഡ് ആംഗിൾ മാത്രം ഫുൾ HD 30, അതും ഫുൾ HD 60 ഇല്ല, ഫുൾ HD 30. ബാക്കി എല്ലാ ക്യാമറകളിലും 4K 60 ഉണ്ട്. സെൽഫിയിലെങ്കിലും 4K 60 ഉണ്ട് എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. ഞാൻ ഈ പോർട്രേറ്റ് മോഡ് പല ലൈറ്റിംഗ് കണ്ടീഷനിൽ നോക്കി. ഡേ ലൈറ്റിൽ നോക്കി, യാതൊരു വിഷയമില്ല. വൈറ്റ് ലൈറ്റിനകത്ത് നോക്കി, യാതൊരു വിഷയമില്ല. ഈ പറയുന്ന ആ ഒരു യെല്ലോ കളർ ടോണുള്ള ലോ ലൈറ്റിൽ ആ ഒരു കളർ ടോൺ വരുമ്പോഴാണ് അതിൻ്റെ പ്രോസസ്സിങ് ഇത്തരത്തിൽ പാളിപ്പോകുന്നത്. ഈ ഒരു പ്രശ്നം ഒഴികെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറയെ പറ്റി നമുക്ക് വേറെ ദോഷങ്ങളൊന്നും അധികം പറയാൻ ഇല്ല. ഒരു വിധം ക്വാളിറ്റിയുള്ള ഫോട്ടോകളും വീഡിയോകളുമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. എങ്കിലും ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു ക്യാമറയ്ക്ക് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. എസ്പെഷ്യലി ആ ഒരു പോർട്രേറ്റ് മോഡലിൽ ഒരു ഇഷ്യൂ ഇപ്പം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഫോട്ടോ ഈ പറഞ്ഞ എനിക്കൊരു വൗ ഫീലൊന്നും തരുന്നില്ല. ഒരു മീഡിയം രീതി മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ സമ്മാനിക്കുന്നത്. ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്ലാറ്റ്
ഡിസ്പ്ലേ ആണ്. നമുക്കറിയാം IQ ഫോണുകൾ പലരും വാങ്ങുന്നത് നല്ല രീതിയിൽ ഗെയിമൊക്കെ കളിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗെയിം കളിക്കുന്നവർ പലരും ഫ്ലാറ്റ് ഡിസ്പ്ലേ പ്രിഫർ ചെയ്യുകയാണ്. അതുകൊണ്ടായിരിക്കണം ഫ്ലാറ്റ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബെസൽസ് കണ്ടില്ലേ, വളരെ തിൻ ബെസൽസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിരിക്കുന്നത്. 4 സൈഡിലും യൂണിഫോം ബെസലുമാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഒക്കെയാണ് നൽകിയിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. AMOLED ഡിസ്പ്ലേ ആണ്. 1.5K റെസൊല്യൂഷൻ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. യൂട്യൂബിലൊക്കെ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ HDR വീഡിയോ സപ്പോർട്ട് നൽകുന്നുണ്ട്. 5500 നിറ്റ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ മാക്സിമം ബ്രൈറ്റ്നസ്, അതായത് പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 5500 നിറ്റ്സ് ആണ്. HDR കണ്ടന്റുകളൊക്കെ കാണുമ്പോൾ അതിലെ ബ്രൈറ്റർ ഏരിയ 5500 നിറ്റ്സ് വരെയാണ് എത്തുന്നത്. അതുപോലെ തന്നെ വൈഡ് വൈൻ L1 സപ്പോർട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ നിന്നൊക്കെ HDR കണ്ടന്റുകൾ ആസ്വദിക്കാൻ സാധിക്കും. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നമുക്ക് 144 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗെയിം കളിക്കുമ്പോൾ ഇതിന്റെ ഡിസ്പ്ലേയിൽ നിന്ന് നല്ല ഒരു റെസ്പോൺസ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഫോണിനകത്ത് ഇതുപോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നൽകിയിട്ടുണ്ട്. അത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എപ്പോഴും ഇതുപോലെ നിൽക്കുകയും ചെയ്യും. ഗെയിമിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സ്നാപ്ഡ്രാഗൺ 8s Gen 4 എന്ന് പറയുന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ IQ Neo 9 Proയിൽ 8s Gen 3 ആയിരുന്നു കൊടുത്തിരുന്നത്. നമ്മൾ ഈ ഒരു ഫോണിന്റെ AnTuTu സ്കോർ ഇവിടെ ടെസ്റ്റ് ചെയ്തു. ഏകദേശം 2 മില്യൺ ആണ് നമുക്ക് ലഭിച്ച ഒരു AnTuTu സ്കോർ. അതുപോലെ എടുത്തു പറയേണ്ട മറ്റു കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇതിന്റെ റാം ടൈപ്പ് എന്ന് പറയുന്ന LPDDR5X Ultra എന്ന് പറയുന്ന ലേറ്റസ്റ്റ് റാം ടൈപ്പ് ആണ്. അതുപോലെ ഇതിന്റെ സ്റ്റോറേജ് ഓപ്ഷൻ എന്ന് പറയുന്നത് UFS 4.1 ആണ്. അതും ഹയർ വേരിയന്റ് ഓപ്ഷനുകളിലാണ് അത്തരത്തിൽ UFS 4.1 വരുന്നത്. ലോവർ വേരിയന്റിലേക്ക് പോകുമ്പോൾ UFS 3.1 ആണ് വരുന്നത്. അതും ഓക്കെയാണ്. 3.1 ആണെങ്കിൽ പോലും ഓക്കെയാണ് ഈ പ്രൈസ് പോയിന്റിൽ എന്ന് വേണം പറയാൻ. കാരണം പല ഫോണുകളും ഈ ഒരു പ്രൈസ് പോയിന്റിലേക്ക് ഇപ്പോഴും UFS 2.2 ഒക്കെ കൊടുക്കുന്ന ഫോൺ ബ്രാൻഡുകളുണ്ട്. എന്നാൽ ഈ ഒരു ഫോണിന്റെ ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ചെയ്തപ്പോൾ അത്ര ശുഭകരമായിട്ടുള്ള ഒരു റിസൾട്ട് അല്ല ലഭിക്കുന്നത്. 71% ആണ് ഇതിന്റെ ഒരു സ്കോർ കിട്ടുന്നത്. അത്രേ കിട്ടുന്നുള്ളൂ. മാത്രമല്ല ഈ ചില റെഡ് ലൈൻസ് കാണുന്നില്ല, ചില ഭാഗങ്ങളിൽ ഒരു 6 മിനിറ്റ് കഴിയുമ്പോൾ ഫോൺ നന്നായിട്ട് ത്രോട്ടിൽ ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഒരു ദീർഘനേരത്തെ ഒരു ഗെയിമിങ്ങിനൊക്കെ ചിലപ്പോൾ ഒരു ചെറിയ ഇഷ്യൂ എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു റിസൾട്ടാണ് ത്രോട്ട്ലിംഗ് ടെസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. IQ Neo 10 എന്ന് പറയുന്ന ഈ ഒരു ഫോണിനകത്ത് നമ്മൾ ഗ്രാഫിക്സ് സ്മൂത്തിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രെയിം റേറ്റ് അൾട്രാ എക്സ്ട്രീം, അതായത് നമുക്ക് 120 FPS ഗെയിം പ്ലേ സാധ്യമാണ്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് കുറച്ച് നേരം ഈ ഒരു ഫോണിൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ എനിക്ക് ലഭിച്ചത്. ലാഗോ ഇഷ്യൂസ് ഒന്നും ഫേസ് ചെയ്തില്ല. ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും വന്നില്ല. വളരെ സ്മൂത്തായിട്ട് തന്നെയാണ് ഈ ഒരു ഡിവൈസ് പെർഫോം ചെയ്യുന്നത്. ബാറ്ററി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 7000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് പവർ നൽകുന്നത്. IQന്റെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന IQ C10 എന്ന് പറയുന്ന ഫോണിനകത്ത് 7300 mAh ഏറ്റവും ബാറ്ററി കപ്പാസിറ്റിയുമായിട്ട് IQ വന്നിരുന്നു. ഇപ്പോൾ ഇതിനകത്ത് 7000 mAh കൊടുത്തിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബോക്സിനോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ IQ C10ൽ ഈ പറഞ്ഞ 7300 mAh ബാറ്ററി ഉണ്ടെങ്കിൽ എൻ്റെ ഓർമ്മ 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറെ കൊടുത്തിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ 120 വാട്ടിന്റെ തന്നെ ഫാസ്റ്റ് ചാർജർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും പ്രത്യേകതയാണ്. നമ്മൾ ഈ ഒരു ഫോണിന്റെ ഹീറ്റിംഗ് ഇവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കി. കുറച്ച് നേരം ഫോൺ ഉപയോഗിച്ചപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് കണ്ടിന്യൂസ് ഫോൺ ഉപയോഗിച്ചപ്പോൾ ഇതിന്റെ ടെമ്പറേച്ചർ നോക്കുമ്പോൾ അറൗണ്ട് ഒരു 45 ഡിഗ്രി വരെയൊക്കെ ചെന്നു. ചെറുതായിട്ട് വാം ആവുന്നുണ്ട് എന്ന് അതുകൊണ്ട് പറയാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഭയങ്കര ഹീറ്റിംഗ് എന്നൊന്നും പറയാനില്ല. ഈ ഒരു 45 ഡിഗ്രി എന്നൊക്കെ പറയുന്നത് സാധാരണ പല ഫോണുകളും ഇത്തരത്തിൽ കൂടുതൽ നേരം ഉപയോഗിക്കുമ്പോൾ വരുന്നൊരു ടെമ്പറേച്ചറാണ്. ഒരു 50 ഡിഗ്രിയിൽ കൂടുതലൊക്കെ പോയാലേ ഒരു ഓവർ ഹീറ്റിംഗ് എന്ന് തന്നെ വിളിക്കാൻ സാധിക്കുകയുള്ളൂ. നല്ല സ്റ്റീരിയോ സ്പീക്കറുകളാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ലൗഡാണ് വോളിയം, നല്ല ക്വാളിറ്റിയും ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. ആൻഡ്രോയിഡ് 15ലാണ് ഈ ഒരു ഫോൺ ഔട്ട് ഓഫ് ദി ബോക്സ് വരുന്നത്. അതുപോലെ വിവോയുടെയും IQന്റെയൊക്കെ സ്വന്തം യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള ഫൺ ടച്ച് OSലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. ഇതിനകത്ത് ബ്ലോട്ട് OSകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അധികം ബ്ലോട്ട് OSകൾ ഇപ്പോൾ ഈ ഒരു ഫോണിനകത്ത് കാണുന്നില്ല. അത് നമ്മൾ സെറ്റപ്പ് ചെയ്ത് അങ്ങോട്ട് ജസ്റ്റ് കയറിയതേ ഉള്ളൂ. അപ്പോൾ അധികം ബ്ലോട്ട് OSകളൊന്നും കാണുന്നില്ല. ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് സ്നാപ്ചാറ്റ്, ഫോൺ പേ, ഫേസ്ബുക്ക്, ഇങ്ങനെ കുറച്ച് പ്രീമിയം എന്ന് വിളിക്കുന്ന തരത്തിലുള്ള ആപ്ലിക്കേഷൻസേ ഉള്ളൂ. അതുപോലെ ഈ ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇത്തവണ ഇല്ല എന്നുള്ളതും വലിയ കാര്യം. ഫിംഗർ പ്രിന്റ് ഫോണിന്റെ ഇൻ ഡിസ്പ്ലേയിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അത് ഒരുവിധം ഫാസ്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ അതിന്റെ ആ ഒരു പൊസിഷനിങ് കണ്ടില്ല, ഒരുപാട് ഇങ്ങ് താഴെയാണ്. 3 ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ ഈ ഒരു ഫോണിനകത്ത് ലഭിക്കും. അതായത് ആൻഡ്രോയിഡ് 18 വരെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരും. അതുപോലെ 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകും. ബ്ലൂടൂത്ത് വെർഷൻ 5.4 നൽകിയിരിക്കുന്ന ഈ ഒരു ഫോണിനകത്ത് IP റേറ്റിംഗ് IP65 ആണ് നൽകിയിരിക്കുന്നത്. അത് വേണമെങ്കിൽ ഒരു ചെറിയ കുറവായിട്ട് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം ഇപ്പോൾ ഈ പ്രൈസ് പോയിന്റിൽ വരുന്ന പല ഫോണുകളിലും IP69 ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇതിൽ IP65 മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഫോണിനകത്ത് NFC സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ Wi-Fi 7 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. കോൾ റെക്കോർഡിംഗ് ഈ ഒരു ഫോണിനകത്ത് സാധ്യമാണ്. കാരണം IQ ഡയലർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ IQ ഫോണുകളിൽ കോൾ റെക്കോർഡിംഗ് സാധ്യമാണ്. അതുപോലെ ഫോണിനകത്ത് eSIM സപ്പോർട്ട് നൽകിയിട്ടില്ല. വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിട്ടില്ല. ബൈപ്പാസ് ചാർജിംഗ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഗെയിം ഒക്കെ കളിക്കുമ്പോൾ ചാർജ് കണക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഗെയിം കളിക്കാം. പണ്ടൊക്കെ നമ്മൾ പറയുന്നത് ഗെയിം കളിക്കുമ്പോൾ ചാർജ് കണക്ട് ചെയ്ത് ഇടരുത് ഫോൺ യൂസ് ചെയ്യുമ്പോഴെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ ഈ
ഈ ബൈപ്പാസ് ചാർജിങ് ഉള്ളതുകൊണ്ട് തന്നെയും അത്തരത്തിൽ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ചാർജർ കണക്ട് ചെയ്ത് കഴിഞ്ഞാലും അത് നേരെ ചാർജിങ്ങിന് വേണ്ടിയിട്ടല്ല ആ സമയത്ത് ചാർജിങ് പോകുന്നത്, നേരെ മറിച്ച് ബൈപ്പാസ് ചെയ്ത് ഫോൺ ലൈവാക്കി നിർത്തുന്നതിന് വേണ്ടിയിട്ട് ആ സമയം യൂസ് ചെയ്യും. എന്തായാലും ഈ ഒരു ഫോണിൻ്റെ പ്രൈസിങ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. 8GB RAM 128 ഇന്റേണൽ സ്റ്റോറേജ് ഓപ്ഷൻ്റെ വില എന്ന് പറയുന്നത് 31,999 രൂപയാണെങ്കിലും നമുക്ക് ഇൻസ്റ്റന്റ് ബാങ്ക് ഓഫറിൽ 2000 രൂപയുടെ കുറച്ചുകൊണ്ട് നമുക്ക് അണ്ടർ 30,000 ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാം. അതായത് 29,999 രൂപയ്ക്ക് ബേസ് വേരിയൻറ്റ് നമുക്ക് വാങ്ങാം. അപ്പോൾ മികച്ച പെർഫോമൻസ് നോക്കുന്ന ആളുകൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാം. ഇതിൻ്റെ കുറവുകൾ എന്ന് പറയുന്നത് IP റേറ്റിംഗ് ഈ പറഞ്ഞ പോലെ IP65 ഉള്ളൂ. ഇ സിം സപ്പോർട്ട് ഇല്ല എന്നുള്ളത് വേണമെങ്കിൽ കുറവായിട്ട് പറയാം. വയർലെസ് ചാർജിങ് ഇല്ല എന്നുള്ളത് വേണമെങ്കിൽ ഒരു കുറവായിട്ട് പറയാം. അതുപോലെ ഫോണിൻ്റെ ബാക്ക് ഈ പ്രൈസ് പോയിന്റിൽ പ്ലാസ്റ്റിക് ബാക്കാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതും ഒരു കുറവായിട്ട് വേണമെങ്കിൽ പറയാം. അതുപോലെ ഈ പ്രൈസ് പോയിന്റിൽ ടെലിഫോട്ടോ സെൻസർ കൊടുത്തിട്ടില്ല എന്നുള്ളതും വേണമെങ്കിൽ കുറവായിട്ട് പറയാം. ബാക്കിയെല്ലാം ഫോണിൻ്റെ പോസിറ്റീവുകൾ ആണ് എന്നുള്ളതാണ് സത്യം.